ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഒരമ്മയുടെയും ഒരു മകൻ്റെയും കഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെയും മകൻ്റെയും കഥ കേൾക്കാൻ വേറെ താല്പര്യം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് നല്ല പോലെ അറിയാം. അപ്പോൾ നമുക്ക് അമ്മയുടെയും മകൻ്റെയും കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മധുരമുള്ള കഥയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് സ്വന്തം അമ്മയ്ക്ക് മകനോട് തോന്നിയ പ്രണയം. അതായത് എങ്ങനെയാണ് ആ പ്രണയം തോന്നിയത് എന്ന് നമുക്ക് ഈ കഥയിലൂടെ അറിയാം. അതിനു മുമ്പ് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് 500 രൂപക്കാണ് ലൈഫ് ലോങ് ആയിട്ട് കിട്ടുന്ന വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പൊ അതിന്റെ നമ്പർ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 500 രൂപ ഫീസ് ഉണ്ട്. വെറുതെ എനിക്ക് മെസ്സേജ് ശല്യപ്പെടുത്താനാണെങ്കിൽ മെസ്സേജ് അയക്കരുത്. അല്ല, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നാണ്. ഗ്രൂപ്പിൽ കയറിയ ഗ്രൂപ്പിന്റെ പ്രത്യേകത, ഗ്രൂപ്പിൽ കയറിയ സാധനം പൊങ്ങും. അതാണ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി ആരും തന്നെ എന്റെ നമ്പറിലോട്ട് മെസ്സേജ് അയക്കണ്ട. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ഇന്നത്തെ കഥ എന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെയും മകന്റെയും. അപ്പോ 7 വർഷം മുമ്പായിരുന്നു അവന്റെ അച്ഛൻ മരിച്ചത്. അവന്റെ പേര് അനന്തു എന്നായിരുന്നു. അപ്പോ നമ്മുടെ അമ്മയുടെ പേര് സിയ. അപ്പോ സിയക്കുട്ടി എന്നാണ് അച്ഛൻ വിളിക്കല്. അത് കേട്ടിട്ടാണ് മകനും അമ്മയെ സിയക്കുട്ടി എന്നാണ് വിളിക്കാറ്. അപ്പോ സ്വന്തം ഭർത്താവിന്റെ മരണശേഷം അവൾക്ക്, സിയക്ക്, ആരോടും ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത പോലെ. അതായത് പ്രത്യേകിച്ച് ജനങ്ങളോട് എന്താണെന്നറിയില്ല, അവൾക്ക് ആരോടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഭർത്താവിനെ കുറിച്ചും മകനെ കുറിച്ചുള്ള ഒരു കുത്തു ചോദ്യങ്ങൾ. അതായത് അന്ന് എൻ്റെ മകന് അത്രമാത്രേ വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പോ നിന്റെ പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല, 18 ആയിട്ടുണ്ടായിരുന്നില്ല. നിന്റെ മകനെ നീ ഇനി എങ്ങനെ നോക്കും? നിനക്ക് ഇനി ആരുണ്ട്? നിന്റെ മകൻ ആരുണ്ട്? എന്നൊക്കെയുള്ള കുത്തു ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അച്ഛന്റെ മരണശേഷം ആരോടും മിണ്ടുന്നതും ഇടപെടുന്നതും ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പ്രത്യേകിച്ച് കുടുംബക്കാരായാലും നാട്ടുകാരായാലും ആരായാലും അമ്മയ്ക്ക് അതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. ഇതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ അനുഭവിക്കുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോ എൻ്റെ സിയക്കുട്ടി വേദനിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്ന് അവൻ എപ്പോഴും അമ്മയോട് പറയും. പക്ഷെ അമ്മ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അമ്മയ്ക്ക് ജനങ്ങളെ നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു. ഒന്നാമത്, നല്ല രീതിയിൽ സന്തോഷിക്കുമ്പോഴായിരിക്കും ഈ അമ്മയുടെ മനസ്സിൽ ഓരോരോ ചിന്ത വരുന്നത്. ഇനി ഞാൻ എങ്ങനെ ഇവനെ പോറ്റും? അതായത് മകനെ, അനന്തുവിനെ എങ്ങനെയായിരിക്കും ഞാൻ വളർത്താം? അവന് ഞാൻ വിചാരിക്കുന്നത് പോലത്തെ ലൈഫ്, അവൻ വിചാരിക്കുന്നത് പോലത്തെ ലൈഫ് കിട്ടുമോ? എന്നെ കൊണ്ട് അതിന് സാധിക്കുമോ എന്നൊക്കെയായിരുന്നു അവളുടെ സംശയം. അവളെ ഒന്ന് സമാധാനിക്കാനും സന്തോഷിക്കാനും ഈ ജനങ്ങളെ വിടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അവരോട് നല്ല ശത്രുതയും അവരെ കാണുന്നത് പോലും വെറുപ്പായിരുന്നു. നമ്മുടെ മകന് ഇപ്പോ 27-ാം വയസ്സാണ്. നമ്മുടെ അമ്മ, ഒരു 27 വയസ്സുള്ള അമ്മയെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം നല്ല വയസ്സും നല്ല ചുളിഞ്ഞ ശരീരവും ഒക്കെയുള്ള ഒരമ്മയായിരിക്കും എന്നായിരിക്കും നമ്മളൊക്കെ വിചാരിക്കാം. പക്ഷേ നമ്മുടെ സിയക്കുട്ടി ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ സിയക്കുട്ടിയെ കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു. നല്ല വെളുത്ത നിറമുള്ള, കാപ്പി നിറമുള്ള നല്ല സ്ട്രൈറ്റ് മുടി. അതായത് അരയുടെ താഴെയുള്ള മുടിയായിരുന്നു അവൾക്ക്. അവളെ ഒരിക്കൽ കണ്ടാൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവളെന്ന് പറയുന്നത്. അവളുടെ കണ്ണെന്ന് പറയുന്നത് ഇളം പൂച്ചക്കണ്ണായിരുന്നു. അപ്പോ നമ്മുടെ ഇത്രയും സൗന്ദര്യമുള്ള അമ്മയുടെയും അച്ഛൻ എന്ന് പറയുന്നത്, അതായത് ഇവളുടെ ഭർത്താവ്, മരിച്ചുപോയ ഭർത്താവ് എന്ന് പറയുന്നത് നല്ല മസിലും നല്ല സ്ട്രോങ്ങും നല്ല ഹൈറ്റും നല്ല കളറൊക്കെയുള്ള നല്ല ചുരുണ്ട മുടിയൊക്കെയുള്ള നല്ലൊരു ഭർത്താവായിരുന്നു. അവന് ബൈക്കോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബൈക്ക് അപകടത്തിൽ നിന്നായിരുന്നു ഭർത്താവും മരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സങ്കടവും ഒക്കെ ആകുമ്പോൾ തന്നെ അവൾക്ക് പിന്നീട് ഒരു കാര്യം മനസ്സിലായി. കാരണം സ്വന്തം മകൻ, അതായത് അവളുടെ അച്ഛനെ പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോ അവള് പ്രണയിക്കുമ്പോഴുണ്ടായ അവളുടെ ഭർത്താവിന്റെ അതേ രൂപമുള്ള ഒരു പയ്യനായിരുന്നു അവളുടെ മകൻ എന്ന് പറയുന്നത്. അപ്പോ അവളുടെ മകനെ സ്വന്തം മകനായിട്ടായിരുന്നില്ല
കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഭർത്താവിനെ എങ്ങനെയായിരുന്നു അവൾ കണ്ടത് അതേപോലെയായിരുന്നു അവളുടെ മകനെന്ന് പറയുന്നത്. അതായത് ആ മകനോട് മിണ്ടുമ്പോൾ സ്വന്തം ഭർത്താവ് എൻ്റെ അടുത്തുണ്ട്. അതായത് ഭർത്താവിനോട് ചെയ്യുന്ന എല്ലാ കാര്യവും മകനോട് ചെയ്യാൻ ഒരു മടിയും അവൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവളുടെ കണ്ണിൽ ഇവൻ ഒരിക്കലും മകനായിരുന്നില്ല. ഇവന് അവളുടെ ഭർത്താവ് പോലെയായിരുന്നു ആ അമ്മ സ്വന്തം മകനെ കണ്ടിട്ടുണ്ടായിരുന്നത്. മകനാണെങ്കിൽ അമ്മയുടെ സൗന്ദര്യം കാരണം അവനതൊരു ശാപമായിരുന്നു. കാരണം നല്ല പൂച്ചക്കണ്ണും നല്ല വെളുവിളാ നിറമുള്ള നല്ല കറുത്ത മുടിയുള്ള നല്ലൊരു പെൺകുട്ടി. കറുത്തതും ബ്രൗണുമായിട്ടുള്ള മുടിയായിരുന്നു. കണ്ടാൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. അതേപോലെ തന്നെയായിരുന്നു സ്വന്തം അമ്മയ്ക്ക് സ്വന്തം മകനെ. അതായത് നമ്മള് മറ്റുള്ളവരുടെ മകനെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെയാണ് സ്വന്തം അമ്മ അവനെ കണ്ടോണ്ടുണ്ടായിരുന്നത്. അവൾക്ക് നല്ല രീതിയിൽ അവനെ ഇഷ്ടപ്പെട്ടു. അവനെ പറയണ്ടല്ലോ. ഇവർക്കിടയിൽ സ്വന്തം അമ്മ മകൻ ഇല്ലാത്തതിന്റെ കാരണം ഈ മകൻ അമ്മയുടെ കൂടെ അല്ലായിരുന്നു ജനിച്ചത് അമ്മയുടെ വയറ്റിൽ നിന്നായിരുന്നു. പക്ഷെ ആ ജനിച്ച ഒരു കൊല്ലം മാത്രമേ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പാലുകുടി മാറിയപ്പോ തന്നെ ഈ അച്ഛന്റെ അമ്മ ഈ കുഞ്ഞിനെ എടുത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയായിരുന്നു വളർന്നത്. പിന്നെ ഇവന് വലുതായി ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു 20 വയസ്സായപ്പോഴായിരുന്നു 25-ാം വയസ്സിലായിരുന്നു അമ്മയുടെ കൂടെ വന്നത്. ആകെ ഇവർ വന്നിട്ട് വെറും 2 കൊല്ലം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു മകനോട്. അതായത് മറക്കാൻ പറ്റാത്തൊരിഷ്ടം, സ്വന്തം അച്ഛനെ പോലെ. അപ്പോ അവൾക്കും ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ. അവളോട് നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വിവാഹം കഴിച്ചൂടെ, എന്നാലല്ലേ നിന്റെ മകനൊരു ഭാവി ഉണ്ടാവും. നീ വിചാരിക്കുന്നത് പോലെ ഒരു ജീവിതം അവനെ കിട്ടത്തുള്ളൂ. നീയോ നിന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ പ്രണയിച്ച് വേറൊരുത്തനെ കല്യാണം കഴിച്ചു. അവനിപ്പോ നിന്റെ കൂടെയില്ല, വീട്ടുകാരും കൂടെയില്ല എന്നൊക്കെയായിരുന്നു നാട്ടുകാർ പറയാറുണ്ടായിരുന്നത്. വീട്ടുകാരും പറയും, നമ്മളെ വാക്ക് കേട്ട് നീ അവനെ കല്യാണം കഴിച്ചു, ഇപ്പൊ നിന്റെ ഗതി ഇതാണ്, ഇനിയെങ്കിലും നമ്മൾ പറയുന്നത് കേൾക്കണം. അവള് നല്ല സുന്ദരിയായിരുന്നു. ആരെ കണ്ടാലും വീഴുന്ന രീതിയിലുള്ള ഒരു ഉഗ്ര മുതലായിരുന്നു. അപ്പൊ നമ്മുടെ മകന് അമ്മയുടെ സൗന്ദര്യം ഒരു ശാപമായിരുന്നു. പിന്നെ എത്ര വെച്ചിട്ടാണ് ഒരു സ്ത്രീക്ക് എല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? കാരണം അവൾക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം ആരും അവളെ ഒരു രീതിയിലും അപ്പോ സ്വന്തം മകൻ വിചാരിച്ച അവൾക്ക് സ്വന്തം മകനും അതിന് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയെ സന്തോഷിപ്പിക്കണം, അത് ഏത് രീതിയിലായാലും അവന് റെഡിയാണ്, അമ്മയും അതിന് റെഡിയാണ്. അങ്ങനെ ഒരു ദിവസം ഇവ രണ്ടുപേരും അമ്പലത്തിലൊക്കെ പോയി വന്ന് നല്ല കുളിയൊക്കെ റെഡിയായി അമ്മയും മകനും ഒക്കെ കിടക്കുന്ന ടൈം. അന്ന് രാത്രി മകന്റെ എല്ലാം നഷ്ടപ്പെടുകയാണ്, അമ്മയുടെയും എല്ലാം നഷ്ടം. അങ്ങനെ നീണ്ട നാളുകൾക്ക് ശേഷം രണ്ടുപേരും നല്ല സ്വപ്നം കണ്ടതുപോലെ പിന്നീട് ഒരു ദിവസം പോലും രണ്ടുപേരും വീട്ടിലായിരുന്നു. ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ ഹായ് വിടുക. അപ്പോൾ അതിൽ കഥ മാത്രമല്ല ഫോട്ടോസും വീഡിയോസും വീഡിയോ കോളും ഗേൾസ് ചാറ്റിങ്ങും ഒക്കെ തന്നെയുണ്ട്. വെറും 500 രൂപ മാത്രമാണ്. ഇതിലും കാട്ടി നല്ല പച്ചക്ക് കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. 300 രൂപയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കഥകൾ കേട്ടാൽ സാധനം അതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉഗ്രൻ കഥയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.